പശ്ചിമേഷ്യൻ സംഘർഷം നാലാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന പ്രധാന കപ്പൽ ഗതാഗതം സാധാരണ നിലയിലാക്കണമെന്നാവശ്യപ്പെട്ട് ഇറാൻ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളുമായി സംസാരിച്ച് ദക്ഷിണ കൊറിയൻ സർക്കാർ മിഡിൽ ഈസ്റ്റിലെ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം പൗരന്മാരെ സംരക്ഷിക്കുന്നതിനും ഊർജ്ജ ഗതാഗത മാർഗങ്ങൾ സുരക്ഷിതമാക്കുന്നതിനുമുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നു. ഇറാൻ ഉൾപ്പെടെയുള്ള പ്രസക്തമായ രാജ്യങ്ങളുമായി ഞങ്ങൾ സജീവമായി ആശയവിനിമയം നടത്തുന്നുണ്ട് എന്ന ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് യോൻഹാബ് റിപ്പോർട്ട് ചെയ്തു. ഗൾഫിലെ ഇറാന്റെ ആക്രമണങ്ങളെയും ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടലിനെയും അപലപിച്ച യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാനും ഉൾപ്പെടെ 7 രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ പങ്കെടുക്കുമെന്ന് വെള്ളിയാഴ്ച സിയോൾ പറഞ്ഞു. കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ കടന്നുപോകൽ ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് സംഭാവന നൽകാനുള്ള സന്നദ്ധത പ്രസ്താവന പ്രകടിപ്പിച്ചു. തയ്യാറെടുപ്പ് ആസൂത്രണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളുടെ പ്രതിബദ്ധതയെ സ്വാഗതം ചെയ്തു. തന്ത്രപരമായ എണ്ണ ശേഖരണത്തിന്റെ ഏകോപിത പ്രകാശനത്തിനും ഊർജ്ജ വിപണികളെ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള മറ്റ് നടപടികൾക്കും അംഗീകാരം നൽകാനുള്ള അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ തീരുമാനത്തെയും ഇത് അംഗീകരിച്ചു. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ഉൽപാദന രാജ്യങ്ങളുമായുള്ള സഹകരണം ഉൾപ്പെടെ ഗൾഫിലെ നിരായുധരായ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ സമീപകാല ആക്രമണങ്ങളെയും എണ്ണവാതക സൗകര്യങ്ങൾ പോലുള്ള സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെയും ഇറാൻ സൈന്യം ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിയതിനെയും രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. ഇറാന്റെ ഭീഷണികൾ, ഖനന പ്രവർത്തനങ്ങൾ, ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ, വാണിജ്യ ഷിപ്പിംഗ് തടസ്സപ്പെടുത്താനുള്ള മറ്റ് ശ്രമങ്ങൾ എന്നിവ ഉടൻ അവസാനിപ്പിക്കണമെന്ന് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. അതേസമയം UN സുരക്ഷാ കൗൺസിൽ പ്രമേയം 2817 പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സമുദ്ര നിയമത്തെക്കുറിച്ചുള്ള UN കൺവെൻഷൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാന തത്വമാണ് നാവിഗേഷൻ സ്വാതന്ത്ര്യമെന്ന് രാജ്യങ്ങൾ വീണ്ടും ഉറപ്പിച്ചു. ഇറാന്റെ പ്രവർത്തനങ്ങൾ ആഗോളതലത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി, പ്രത്യേകിച്ചും ദുർബലരായ ജനങ്ങൾക്ക്. ടോക്കിയോയുമായി ഉചിതമായ കൂടിയാലോചനകൾക്ക് ശേഷം ജപ്പാനിലേക്കുള്ള കപ്പലുകൾക്ക് പ്രധാന എണ്ണ ഷിപ്പിംഗ് റൂട്ട് വഴി കടന്നുപോകാൻ ടെഹ്റാൻ തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി നേരത്തെ ക്വാഡോ വാർത്താ ഏജൻസിയോട് പറഞ്ഞിരുന്നു. ലോകത്തിലെ എണ്ണ വ്യാപാര പാതകളുടെ 20%-ലധികവും ഹോർമുസ് കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത്. എണ്ണ ടാങ്കറുകൾക്ക് പ്രവേശിക്കാവുന്ന എല്ലാ പാതകളും ഇറാനിയൻ പ്രാദേശിക ജലാശയങ്ങളിലാണ് വരുന്നത്. ഇത് ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നിവയുൾപ്പെടെ കിഴക്കൻ ഏഷ്യയിലെ രാജ്യങ്ങൾക്കൊരു നിർണായക ജീവനാഡിയായി കടലിടുക്കിനെ മാറ്റുന്നു. അതേസമയം മാർച്ച് 20 മുതൽ കപ്പലുകളിൽ കയറ്റുന്ന ഇറാൻ ക്രൂഡ് ഓയിലിന് മേലുള്ള ഉപരോധങ്ങൾ ലഘൂകരിക്കാനുള്ള US നീക്കത്തെ ഇറാൻ എണ്ണ മന്ത്രാലയം എതിർത്തു. മുംബൈയിലെ ഇറാന്റെ കോൺസുലേറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇങ്ങനെ പറഞ്ഞു: നിലവിൽ ഇറാനിൽ അന്താരാഷ്ട്ര വിപണികൾക്കായി ഫ്ലോട്ടിംഗ് ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ മിച്ചം ലഭ്യമല്ല. വാങ്ങുന്നവരെ ആശ്വസിപ്പിക്കാനും വിപണി വികാരം നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് US ട്രഷറി സെക്രട്ടറിയുടെ പരാമർശങ്ങൾ. പശ്ചിമേഷ്യൻ സംഘർഷം 4ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഇതിനകം തന്നെ അസ്ഥിരമായിരിക്കുന്ന വിപണിയെ ഇറാനിയൻ ജനതയുടെ ഈ നിഷേധം കൂടുതൽ ആശങ്കാകുലരാക്കും. അസംസ്കൃത എണ്ണയുടെ വില കുതിച്ചുയരാൻ ഇത് കാരണമായേക്കാം. ഇറാനിയൻ അസംസ്കൃത എണ്ണയ്ക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും മേലുള്ള ഉപരോധങ്ങൾ ഈ വർഷം ഏപ്രിൽ 19 വരെ താൽക്കാലികമായി ലഘൂകരിക്കുന്നതായി വെള്ളിയാഴ്ച അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.